ഹായ്. അപ്പോഴേ നമുക്കിന്ന് നമ്മുടെ മക്കളുടെ സ്കൂളിലൊന്ന് പോവാം. ഇന്നവിടെ പ്രവേശനോത്സവമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ? ഓക്കെ. ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ നേരം വൈകിയായിരുന്നു. മോനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടാണ് വന്ന് മോനെയും കൊണ്ട് വീണ്ടും സ്കൂളിൽ പോയത്. ചെന്നപ്പോഴേക്കും അവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു. പുതിയതായി ചേർന്ന കുട്ടികളുടെ പേരുകളാണ് വായിക്കുന്നത്. ആരവ്, അഭിമന്യു, അദർ, ആദിത്യൻ ഇ ബി, അദ്രിനാഥ്. നമ്മുടെ ഈ കൊച്ചു ഹാളിന് കുഞ്ഞൻ്റെ പേര് വിളിച്ചപ്പോൾ കുഞ്ഞൻ പോയി ബലൂണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവസാനം ചടങ്ങാണ് നന്ദി അർപ്പിക്കുക എന്നുള്ളത്. അധ്യാപക പ്രതിനിധിയായ മാളക്കുട്ടൻ സ്കൂളിൽ ചെന്നിറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്ടേക്കാണ്. കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിച്ച് തിമിർത്ത് ആൾ ബലൂണൊക്കെ വാങ്ങിച്ച് ഒന്ന് ഓടി വന്നിട്ട് തിരിച്ചങ്ങനെ തന്നെ പോണത്. ശ്രീലയ പ്രദീപ്, സൂര്യദേവ്, രുതിര, പ്രദീപ്, ദേവനാരായണൻ. സോറി കേട്ടോ, നേരത്തെ ഇവരുടെ പേര് വിട്ടുപോയതാണ്. സ്റ്റാൻഡേർഡ് ഫോർ നിരഞ്ജൻ അനിന്ദിക. ഇവര് 10 കുട്ടികളുണ്ട്. വേറെ സ്കൂളുകളിൽ നിന്ന് ഈ വർഷം നമ്മുടെ സ്റ്റാഫ് കൊടുക്കാം. അവർക്ക് ഈ സ്കൂള് തീർത്തും പുതിയതാണ്. വേറെ സ്കൂളുകളിൽ നിന്ന് TC വന്ന കുട്ടികളാണ്. മോതിരക്കണ്ണി വലിയപാടം സ്കൂളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇവിടെ നടന്ന പരിപാടിയുടെ അവസാന ചടങ്ങാണ് നന്ദി അർപ്പിക്കുക എന്നത്. അധ്യാപക പ്രതിനിധി ശ്രീ KV റോയ് മാഷിനെ നന്ദി അർപ്പിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നല്ലൊരു അധ്യയന വർഷം ഇന്നിവിടെ തുടക്കം കുറിച്ചു. നമ്മൾ നന്നായിട്ട് തുടങ്ങി എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷം ഞാൻ കൂടുതലൊന്നും അധികം സംസാരിക്കണില്ല. ഇന്ന് ഈ പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും 1000 നന്ദിയുടെ നർമ്മലകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താവശ്യങ്ങൾ വന്നാലും അധ്യാപകരായിട്ട് ഓരോ ക്ലാസ്സിലെ രക്ഷിതാക്കള്, കുട്ടികള് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അധ്യാപകരോട് സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങുകയും ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു നിലവാരം നമുക്ക് നമ്മുടെ സ്കൂളിൽ ഉയർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തും. അങ്ങനെ ഹാളിലെ പരിപാടിയൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞൻ്റെ ക്ലാസ്സിലേക്കും മരിയ മാളക്കുട്ടൻ്റെ ക്ലാസ്സിലേക്കും പോയി. കുഞ്ഞൻ്റെ ക്ലാസ്സിലെ പിള്ളേരും അമ്മമാരും ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്നേഹ ടീച്ചർ ഉണ്ടായിരുന്നു. പേര് പോലെ തന്നെയാണ്. മക്കളോടൊക്കെ നല്ല സ്നേഹമാണ് ടീച്ചർക്ക്. ടീച്ചർ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തരാണ് എല്ലാവർക്കും. ടീച്ചറെ നമുക്ക് നേരത്തെ അറിയാം, കാരണം മാളക്കുട്ടനെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതും ഈ ടീച്ചർ തന്നെയാണ്. അങ്ങനെ 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ സജീവമായിരിക്കുകയാണ്. വിദ്യാർത്ഥികളും ടീച്ചർമാരും വളരെയധികം സന്തോഷത്തിലാണ് ഇന്നേ ദിവസം. ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ. വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഓക്കേ.